വി.ഡി. സതീശൻ കനകോലു സിദ്ധാന്തത്തിൽ പ്രവർത്തിക്കുന്ന പ്രതിപക്ഷ നേതാവാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഏത് പാർട്ടിയിൽപ്പെട്ടവരായാലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം. SIT ശരിയായ പാതയിലാണ് എന്ന് ഹൈക്കോടതി ആവർത്തിച്ച് പറയുകയാണ്. പോറ്റിയെ ശബരിമലയിൽ കയറ്റിയത് KC വേണുഗോപാലാണെന്നും MV ഗോവിന്ദൻ കണ്ണൂരിൽ പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ ശരീരഭാഷ പോലും കനകോലു സിദ്ധാന്തത്തിലാണ് നടക്കുന്നതെന്ന് MV ഗോവിന്ദൻ കുറ്റപ്പെടുത്തി. വി.ഡി. സതീശനോട് വലിയ കാര്യം വിശദീകരിച്ചിട്ടൊന്നും കാര്യമില്ല. കനകോലു സിദ്ധാന്തത്തിൻ്റെ തീരുമാനമനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് ഉൾപ്പെടെ. പക്ഷേ ന്യായമായിട്ട് അത്രേ ഒരു പ്രതിപക്ഷ നേതാവ് പറയുമ്പോൾ വ്യക്തത വേണമല്ലോ. അതുകൊണ്ട് ഞാൻ ആ വ്യക്തതയ്ക്ക് വേണ്ടി പറയുകയാണ്. എന്താണ് വലതുപക്ഷം എന്ന് പറഞ്ഞാൽ ഒറ്റ ഉദാഹരണം പറയാം. വലതുപക്ഷം വളരെ വ്യക്തമാണ്. ഇന്ത്യയുടെ സമ്പത്ത് ഏതാണ്ട് 87% സമ്പത്ത് 10% കയ്യിലേക്ക് എത്തിക്കാൻ 1947 ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടിയ ആ കാലഘട്ടം മുതൽ കോൺഗ്രസിന് ശേഷം ഇപ്പോൾ BJP, ആദ്യം ടാറ്റയും ബിർളയും, ഇപ്പോൾ നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ അദാനിയും അംബാനിയും ലോകത്തെ ഏറ്റവും വലിയ മുതലാളിമാരായി വളരണമെന്നാഗ്രഹിക്കുന്ന ഭരണവർഗ രാഷ്ട്രീയമാണ് വലതുപക്ഷം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ SIT ശരിയായ പാതയിലാണ് അന്വേഷണം നടത്തുന്നത്. ഇത് ഹൈക്കോടതി പലവട്ടം പറഞ്ഞു. CBI വേണമെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ളവർ എന്തടിസ്ഥാനത്തിലാണ് പറയുന്നതെന്നാണ് കോടതി ചോദിച്ചത്. കോൺഗ്രസിനെയും BJPയെയും തിരിച്ചുകൊത്തുമെന്ന് കണ്ടപ്പോഴാണ് പ്രതികളെ രക്ഷിക്കാൻ വേണ്ടി CBI അന്വേഷണം ആവശ്യപ്പെടുന്നതെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ആര് സ്വർണം മോഷ്ടിച്ചാലും അവരെ രക്ഷപ്പെടാൻ അനുവദിക്കരുത്. ഈ കേസിൽ ED അന്വേഷണവും നടത്തുന്നുണ്ട്. എന്നാൽ എല്ലാവരെയും കണ്ട ED തന്ത്രിയെ മാത്രം ഒഴിവാക്കി. തന്ത്രിമാർക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ക്ഷേത്ര സംരക്ഷണ സമിതിക്ക് വേണ്ടിയും BJPക്ക് വേണ്ടിയും എല്ലാം കോടതിയിലേക്ക് പോയി. ആ കോടതിയിലേക്ക് പോയവരോട് അതിശക്തിയായിട്ട് രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ളവരോട് പറഞ്ഞു, നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് CBI വേണമെന്ന് പറയുന്നത്? CBIയിലേക്ക് ഡെപ്യൂട്ടേഷനിലേക്ക് വരുന്ന സംസ്ഥാന പോലീസ് ഉദ്യോഗസ്ഥന്മാരെന്നല്ലേ എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ ചോദിക്കുന്നത് എന്ന് ചോദിച്ചിട്ട് തള്ളി. ഞങ്ങളല്ല, കോടതി. ED വന്നു. ED വന്നപ്പോൾ മറ്റെല്ലായിടത്തേക്കും പോയി. ഇപ്പം ജയിലിൽ കിടക്കുന്നവരെല്ലാം എടുത്ത് പോയി. പക്ഷെ തന്ത്രിയുടെ അടുത്ത് പോയില്ല. തന്ത്രിയാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണി എന്ന് എല്ലാവർക്കും അറിയാം. 10.5 കിലോ തൂക്കം വരുന്ന പഞ്ചലോഹത്തിലുള്ള വാജി വാഹനം തന്ത്രിക്ക് കൊടുത്തത് കോൺഗ്രസ് ഭരണസമിതിയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ കയറ്റിയത് KC വേണുഗോപാലാണെന്നും MV ഗോവിന്ദൻ ആരോപിച്ചു. വാജി വാഹനം എന്ന് പറയുന്ന ഒരു 10.5 കിലോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏതാണ്ട് ഊഹിക്കാനോ? ആ കുടിമരത്തിന്റെ മേലെ വെക്കുന്നതാണ്. എത്രയോ വലിയ മൂല്യമുള്ളതാണ്. അത് സ്വർണം പൊതിഞ്ഞതാണ്. 10.5 കിലോ യഥാർത്ഥത്തിൽ പഞ്ചലോഹ നിർമ്മിതി. അതിൻ്റെ മേലെ സ്വർണം പൊതിയുകയും ചെയ്തു. അത് മുഴുവൻ എടുത്തുകൊണ്ട് കൊടുത്തു ഈ കോൺഗ്രസിന്റെ കാലത്ത്. KC വേണുഗോപാലിന്റെ കാലത്താണ് ഈ പോറ്റി അവിടെ കയറിയത്. ആ പോറ്റി ഉൾപ്പെടെ ചേർന്നിട്ടാണ് സോണിയാഗാന്ധിയെ കാണാൻ പോയത്, ബെല്ലാരിയിലെ ഗോവർദ്ധൻ ഉൾപ്പെടെ. എന്തടിസ്ഥാനത്തിൽ? എന്താ കാര്യം? ആരായിരുന്നു ഇതിന് പിന്നിൽ? പറയണ്ടേ? അന്വേഷിക്കണ്ടേ? കുറ്റം ചെയ്തവരെ ഒരു കാരണവശാലും രക്ഷപ്പെടാൻ അനുവദിക്കില്ല എന്ന കർശനമായ നിലപാട് തന്നെയാണ് ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചത്. ഏതു പാർട്ടിയിൽപ്പെട്ടവരായാലും കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടണമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. LDF വികസന മുന്നേറ്റ യാത്രയ്ക്ക് കണ്ണൂരിൽ നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു MV ഗോവിന്ദൻ. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.